ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചിടവേളയ്ക്ക് ശേഷം ഞാൻ ഒരു കുട്ടി വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ 1.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ത്രില്ലിലൊക്കെയാണ് ഞാൻ. രാവിലെ തന്നെ റെഡിയായി നേരെ സ്റ്റേഡിയം വിട്ട് അവിടെ നിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജസൂനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ മെട്രോ കയറി അവക്കടെ കുറേ വില്ലത്തരങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ. ഇതാണ് എൻ്റെ ജസു. ഞങ്ങൾ 7 പേരുണ്ട്. 2 പേർക്ക് അവരുടെ തിരക്കായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ 5 പേരായിട്ടാണ് പോകുന്നത്. ആദ്യത്തെ ആളെ ഞാൻ പിക്ക് ചെയ്തു. അതായത് ഇപ്പം ഞങ്ങൾ 2 പേരുണ്ട്, ബാക്കി 3 പേര് അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറേ വെകുളിത്തരമൊക്കെ കാണിച്ച് സ്വരയൊക്കെ പറഞ്ഞവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി. ഞങ്ങൾ ആദ്യം ഓപ്പോസിറ്റ് ഡോറിൻ്റെ ഫ്രണ്ടിലാണ് വെയിറ്റ് ചെയ്ത് നിന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഈ ഇപ്പുറത്തെ ഡോറിൽ കൂടെ ഇറങ്ങണ്ടേന്ന്. ഞങ്ങൾ തിരിച്ച് നേരെ വന്നു. ഞങ്ങൾ ആദ്യം തന്നെ ആ ഗ്ലാസ്സിൽ കൂടെ ബാക്കി 3 പേരെയാണ് തപ്പുന്നത്. അതും കഴിഞ്ഞ് ഇറങ്ങി എല്ലാവരെയും പിക്ക് ചെയ്ത് 2 ആനക്കുട്ടികളുടെ പ്രതിമ. നല്ല രസം, ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും. അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ പോകാൻ വഴി അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഒരു ഓട്ടോ മാമൻ അതിൽ കൂടെ പോകുന്നത്. ഞങ്ങൾ ഓട്ടോയൊക്കെ കൈ കാണിച്ചു. ഓട്ടോയിൽ കയറി ആ മാമൻ ഞങ്ങളെ സ്പോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. ഇനി ഞങ്ങളെ കാണണ്ടേ? ഇതാണ് ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ തൃപ്പൂണിത്തുറയുള്ള ഹിൽ പാലസിലാണ് പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ കുരുത്തക്കേടൊക്കെ കാണിച്ച് നടന്ന്. ഇതാണ് എൻ്റെ റോബി, ഇതെൻ്റെ അനീന മോള്. അങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ലാസ്റ്റ് ഞങ്ങൾ ആ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്താനായി. അങ്ങനെ എല്ലാം നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ റീൽസൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം ഞങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഫുഡ് വെയർസ് ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഊരി റാക്കയിലൊക്കെ വെച്ച് നേരെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാം. ടിക്കറ്റ് താഴേന്നാണ് എടുക്കുന്നത്. താഴേന്ന് ടിക്കറ്റ് എടുത്താലാണ് ഞങ്ങളെ മേളിലേക്ക് കയറ്റിയെടുത്തു. ഞങ്ങളെന്നല്ല, എല്ലാവരെയും. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഗൈസ്, കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായി. വെയിൽ വരും, ചാറ്റൽ മഴ വരും, വെയിൽ വരും, ഇതൊക്കെ തന്നെയായിരുന്നു റിപ്പീറ്റ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്, എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഈ വഴി ഒരു വെറൈറ്റി വഴിയാണ്, കാരണം ഞാനിതിൽ കൂടെ നടക്കും തോറും അത് ചുറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി നോക്കുന്നു, ഇതുവരെയായിട്ട് എത്തുന്നില്ല. വീണ്ടും റൗണ്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങളുടെ പട്ട് ഷോകളാണ് ഗൈസ് കാണാൻ പോകുന്നത്. ആ ബാക്കിൽ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടതാണ് ഗ്ലാഡിസ്. ആളുകൾ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും, അതായത് പള്ളിയിലൊക്കെ നല്ല ഞങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് പാട്ട് പാടിത്തരും. ഇനി എൻ്റെ കുറച്ച് പൊട്ടത്തരങ്ങളാണ് ഗൈസ്. ഇതാണ് മേളിൽ ജനലിൽ കൂടെ ഉള്ള വ്യൂ. കപ്പിൾസായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ഡൈനോസർ മഴയത്തിൻ്റെ ഇടയ്ക്കാണ് എടുത്തത്. ഇത് കുട്ടി അമ്പലമാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല ഇതെന്താ സംഭവമെന്ന്. കാണാൻ ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ വീഡിയോ എടുത്ത്. കുട്ടി അമ്പലങ്ങളാണ് ഗൈസ്. ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കുളമാണ് അവിടെ. ഇത് നടന്ന് കുറേ പോയി കഴിയുമ്പോഴാണ് കുളം. അത്രയും നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച്, അതുകൊണ്ട് ഞങ്ങൾ പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നു. ഇതൊക്കെയാണ് പണ്ടത്തെ കോസ്റ്റ്യൂംസ് നമ്മുടെയൊക്കെ കൊച്ചിയിൽ. അങ്ങനെയാണ് അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. അതും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി, മന്തി വാങ്ങിച്ച് മന്തിയൊക്കെ കഴിച്ചു. ഇതാണ് ഗൈസ് ഞങ്ങളെടുത്ത ഫോട്ടോസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങൾ ഈസ്തെറ്റിക് ആയിട്ട് എടുക്കാൻ നോക്കിയതാണ്. നല്ല ക്ലൗഡായിരുന്നു, ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്യും, വെയിലും വരും. എന്തായാലും അടിപൊളിയായിരുന്നു ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ലിറ്റിൽ ബിറ്റ് ട്രിപ്പ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മെമ്മറീസൊക്കെ ഞങ്ങൾ അഴപിറക്കിയെടുത്തു.
ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മെട്രോ സ്റ്റേഷനിൽ കണ്ടത് കാഴ്ച. ഇനി അടുത്ത വ്ളോഗുമായി എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഇപ്പം എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്കാണ് ഈ കറങ്ങാൻ പോയത്. അങ്ങനെ അടുത്ത വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.